ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ സ്പാ ആണ്. ഹെയർ സ്പാ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആയിട്ടും നമുക്ക് നമ്മുടെ ഹെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെമഡിയാണ് ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നേ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് മെയിനായിട്ട് വേണ്ടത് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉലുവയില്ലേ അത് കുറച്ചെടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൗഡറാക്കി വാട്ടറിൽ വെച്ച് സോക്ക് ചെയ്തെടുത്തതും, പിന്നെ നമുക്ക് ഒരു കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാമേ. ഗൈസ്, ഞാനപ്പോൾ ആ അലോവേരയും നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഫെനുഗ്രീക്കും കൂടെ നല്ലപോലെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ തിക്ക് പേസ്റ്റ് ആണെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ എഗ് വൈറ്റും നമ്മളിപ്പോൾ ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രണ്ട് പേസ്റ്റും കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പം നമുക്കൊരു സ്പാ പോലെയുള്ള ക്രീം കിട്ടും. ഇതേ കണ്ടില്ലേ ഗൈസ്, ഞാനിപ്പോൾ ആ രണ്ട് പേസ്റ്റും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തിക്ക് പേസ്റ്റായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു സ്പാ മോഡൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് റെഗുലറായിട്ട് നിങ്ങളുടെ ഹെയറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പാ പോലെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത ഹെയർ പോലെ തന്നെ നിങ്ങളുടെ ഹെയർ കിടക്കും. ഒരു പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആണിത് ആക്ച്വലി. കാരണം നമ്മൾ എഗ് വൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് തന്നെ നമുക്ക് പ്രോട്ടീൻസ് അബ്സോർബ് ആകും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ നല്ല ഒരു റെമഡിയാണ്. എല്ലാവരും യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ടും ഫീഡ്ബാക്കും എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടും വരാം. അതുവരേക്കും ബൈ ഗായ്സ്.